ജാതിയുടെ അടിസ്ഥാനത്തിൽ, മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിച്ചു കാണുന്ന ഒരു പ്രവണത ഉയർന്നു വരികയാണ്. നോക്കൂ, ബാങ്കിംഗ് മേഖലയിൽ കഴിഞ്ഞ കുറച്ചു കാലത്തെ പ്രവർത്തനം പരിശോധിക്കുമ്പോൾ 500 ബാങ്ക് ജീവനക്കാരാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ആത്മഹത്യ ചെയ്ത ബാങ്ക് ജീവനക്കാരുടെ എണ്ണമാണ് 500 കവിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം ആത്മഹത്യക്ക് പുറമെ മാനസിക സമ്മർദ്ദങ്ങൾക്ക് അടിപ്പെട്ട് മരണപ്പെട്ടവരുടെ എണ്ണം അത് ഇനിയും കൂടും. അതോടൊപ്പം കടുത്ത മാനസിക സമ്മർദ്ദങ്ങൾക്ക് ചികിത്സയിൽ ഇരിക്കുന്ന ആളുകളുടെ എണ്ണം അത് 10,000-ലധികം വരുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നോക്കൂ, അപ്പൊ ബാങ്കിനകത്ത് നടക്കുന്ന അശാസ്ത്രീയമായ, അപ്രാപ്യമായ ടാർജറ്റുകൾ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഓരോ ദിവസവും ഓരോ ടാർജറ്റാ. സ്വർണ്ണപ്പണയ വായ്പ ക്യാൻവാസ് ചെയ്ത് ഇനി അങ്ങനെ നിങ്ങൾക്ക് ക്യാൻവാസ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഈ ശാഖയിലേക്കേ വരണ്ട എന്നൊരു തീട്ടൂർ അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. നോക്കണം, ഒരു ബാങ്ക് ജീവനക്കാരൻ എങ്ങനെയാണ് പുറത്തുപോയി ഗോൾഡ് ലോൺ ക്യാൻവാസ് ചെയ്യുക എന്നുള്ള ഒരു കാര്യം നമ്മൾ അത്ഭുതത്തോടെ കാണുക. എങ്ങനെയാ പുറത്തുപോയി ലോൺ ക്യാൻവാസ് ചെയ്യാൻ പറ്റുന്നത്? അപ്പൊ ഒരു വീട്ടിൽ ചെന്നിട്ട് അവിടെ വീട്ടിൽ മുട്ടി കതക് തുറക്കുമ്പോൾ ഒരു ചേച്ചിയുടെ അടുത്ത് ഇവിടെ സ്വർണം വല്ലതും ഇരിപ്പുണ്ടോ എന്ന് ചോദിക്കുകയാണ്. നോക്കണം, എത്ര മ്ലേച്ഛമായ, അശാസ്ത്രീയമായ കാര്യം പറയുന്നത്. എന്നിട്ട് പറയുകയാണ് 5 ലക്ഷം രൂപയുടെ സ്വർണ്ണം ഇല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചു വരണ്ടെന്ന്. ഇത്തരത്തിലുള്ള പ്രവണതകളാണ് ബാങ്കിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നത്.